Hello guys, Sajil's Tech Centerലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 എയർഡ്രോപ്പുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എയർഡ്രോപ്പുകൾ അപ്പോൾ ഫ്രീ ആയിട്ട് ജെന്യുവൻ ആയിട്ടുള്ള എയർഡ്രോപ്പുകൾ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. കാരണം ഇതിൻ്റെയൊക്കെ റേറ്റ് അല്ലെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിന് ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചില എയർഡ്രോപ്പുകൾ നല്ല രീതിയിൽ ഏർണിങ്സ് ലഭിക്കാൻ ടൈപ്പുള്ള എയർഡ്രോപ്പുകൾ അവൈലബിൾ ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്ന 2 എയർഡ്രോപ്പുകൾ ഓൾറെഡി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗുഡ് ഡോളർ എന്ന് പറഞ്ഞ എയർഡ്രോപ്പ്. ഇത് ഞാൻ റെഫറൽ ഇല്ലാതെ ഡയറക്റ്റ് ജോയിൻ ചെയ്താറും 10 GS അല്ലെങ്കിൽ ഗുഡ് ഡോളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് റെഫറൽസ് ത്രൂ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 60 ഗുഡ് ഡോളേഴ്സ് കിട്ടുമെന്ന്. ഞാനിപ്പോൾ റെഫറൽസ് ഇല്ലാതെയാണ് ജോയിൻ ചെയ്തത്, എനിക്ക് 10 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ക്ലെയിം എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ വീണ്ടും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈമർ കാണിക്കും. ഈ ടൈമർ ഇപ്പോൾ 0 ആവുന്ന ടൈമിന് നമുക്ക് വീണ്ടും ക്ലെയിം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ റെഫറൽ ചെയ്യുന്ന ഫ്രീ റെഫറൽസ് ആണ്, വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓരോരുത്തരും റെഫറൽ ചെയ്യുന്നതനുസരിച്ച് 100 ഗുഡ് ഡോളേഴ്സ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ റെഫറൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് 50 ഗുഡ് ഡോളേഴ്സ് വെച്ച് കിട്ടുന്നതാണ്. ഇതെല്ലാം നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പുകളെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു, യൂണിസ്വാപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ചെയ്തത്. ഞാനത് ഓൾറെഡി ആ ഒരു സമയം തന്നെ ഏകദേശം ഓഗസ്റ്റ് മാസം ഞാനത് ക്ലെയിം ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മീറ്റമാസ്ക് വഴിയായിരുന്നു അതിൻ്റെ എയർ ഡ്രോപ്പ് തന്നിരുന്നത്. എനിക്ക് $348 അന്ന് കിട്ടിയിരുന്നു. ആ സമയമൊന്നും ഞാൻ അധികം എയർ ഡ്രോപ്പുകളൊന്നും വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു. അത് കാരണമാണ് എൻ്റെ ചാനലിലൂടെ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. 400 ടോക്കൺസാണ് അന്ന് എനിക്ക് ലഭിച്ചത്. പക്ഷേ കുറച്ച് നാൾ അത് വെയിറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ വാസറക്സിലൊക്കെ യൂണിസ്വാപ്പ് ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1585 രൂപയാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ റേറ്റ് ഒന്ന് 1580 വെച്ച് നോക്കാം. ഇൻറ്റു 400 ടോക്കൺസ് അന്ന് എനിക്ക് ലഭിച്ചിരുന്നു. ഇപ്പോഴുണ്ടെങ്കിൽ 6,32,000 എനിക്ക് കിട്ടിയേനെ. പക്ഷേ ആ സമയം തന്നെ ഞാനത് എയർ ഡ്രോപ്പ് ആയിരുന്നു. ആ സമയം തന്നെ വിഡ്രോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഡ്രോ ചെയ്ത എമൗണ്ട് $333 അന്ന് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ എയർ ഡ്രോപ്പാണ് നല്ല രീതിയിൽ ലിസ്റ്റഡ് ആവും അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ KYC അധികമില്ലാത്ത എയർ ഡ്രോപ്പുകൾ മാക്സിമം അതുപോലത്തെ എയർ ഡ്രോപ്പുകൾ ചെയ്യുന്നത് നമ്മൾ നല്ലത്. അതാണ് നമുക്ക് സേഫ്. KYC ഇല്ലാത്ത എയർ ഡ്രോപ്പുകൾ മാക്സിമം ഏൺ ചെയ്ത് വെക്കുക. അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും നിങ്ങൾ ഏതെങ്കിലും നോട്ട് പാഡിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഫ്യൂച്ചറിൽ ലിസ്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ റേറ്റ് നല്ല എയർ ഡ്രോപ്പ് നല്ല കോയിനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ വാല്യൂ മാറാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഞാനിപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള എയർ ഡ്രോപ്പുകൾ കണ്ടുപിടിച്ച് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ 3 എയർ ഡ്രോപ്പുകളിൽ ഒന്ന് വരുന്നത് ഗുഡ് ഡോളറാണ്. പിന്നെ വന്നിട്ട് ബ്ലോക്സ്റ്റർ എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പാണ്. ഇതിപ്പോൾ കറണ്ട് വാല്യൂ അത് എയർ ഡ്രോപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് ഫോളോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 10 BXR ടോക്കൺസാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ റെഫറൻസിനും $2.25 വാല്യൂ ഉള്ള കോയിൻസാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം ഫോളോ ചെയ്തപ്പോൾ എനിക്ക് 3 ടോക്കൺസാണ് ഇവിടെ ലഭിച്ചത്. നിങ്ങൾക്ക് കാണാം. ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ട്വിറ്റർ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. ബാക്കിയുള്ള KYC ഒന്നും ഇതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ട്വീറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ട്വീറ്റ് ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് ടോക്കൺസ് ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കും. ഇവരപ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ടോക്കൺസ് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഓരോ റെഫറൽസിനും 1 BXR വെച്ച് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ Gmail അക്കൗണ്ട് വെച്ച് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓരോ പ്രോസസ്സായിട്ട് ഇവിടെ ചെയ്യുന്നേ ഉള്ളൂ. ഇത് ബ്ലോക്സ്റ്റർ എയർ ഡ്രോപ്പാണ്. ഓക്കെ, ഇതിൽ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഷെയർ ചെയ്യുക. ഇതിനിപ്പോൾ മറ്റൊരു കാര്യം വേണ്ടത് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന അക്കൗണ്ട് കൂടി നിങ്ങൾക്ക് വേണം. ബാക്കിയെല്ലാ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ലിങ്ക്ഡിൻ മാത്രം മിക്ക ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുക. ഇതെല്ലാം ഇവർ മാനുവൽ ചെക്ക് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ ആ ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ടോക്കൺസിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നത് 8 ടോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. മാക്സിമം 10 ടോക്കൺസാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ റെഫറൽസിന് ഓരോ ടോക്കൺ വെച്ചും ലഭിക്കും. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റേജിലാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 6th സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മെയിൽ ID-യിലേക്ക് ഒരു മെയിൽ വരും ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. 6th ഫേസിലായിരിക്കും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.
നിങ്ങൾക്കിപ്പോൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ തന്നെയും അത് ചെയ്തില്ലെങ്കിൽ തന്നെ 8 ടോക്കണോളം നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും. ഞാനിപ്പോൾ ഇനി 2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഫോളോ ഓൺ ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അതുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം 10 ടോക്കൺസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്ലോക്ക്സ്റ്റർ എയർഡ്രോപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം വളരെ സിമ്പിളായിട്ട്. ഇനി മറ്റൊരു എയർഡ്രോപ്പ് എന്ന് പറയുന്നത് ഗുഡ് ഡോളറാണ്. ഗുഡ് ഡോളറിൽ നിങ്ങൾ സൈനപ്പ് ചെയ്തതിന് ശേഷം ഉള്ള പ്രോസസ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിലൊരു ഫേസ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിലിപ്പോൾ ലാപ്ടോപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വെരിഫൈ ചെയ്താൽ, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നിങ്ങൾ ഈ ക്ലെയിം ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈമർ വരും. അത് കുറയുന്നതനുസരിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ എനിക്ക് വീണ്ടും ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഇതിലൊന്നും ഫോളോ ഒന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിലും ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇൻവൈറ്റ് ചെയ്ത് ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഇൻവിറ്റേഷനാണ്. 100 ഗുഡ് ഡോളേഴ്സ് വെച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു എയർ ഡ്രോപ്പ് ഉള്ളത് മൂൺഎഡ്ജ് എന്ന് പറയുന്ന എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇത് പോളിഗണായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വരുന്നൊരു പ്രോജക്റ്റ് ഉണ്ട് ഇവർക്ക് മൂൺഎഡ്ജിന്. അതിൻ്റെ ഒരു എയർ ഡ്രോപ്പാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് സൈനപ്പ് ചെയ്യുക, മെയിൽ ID വെരിഫൈ ചെയ്യുക. ഇതിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റാമാസ്ക് വാലറ്റ് ആവശ്യമാണ്. മെറ്റാമാസ്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്സ് വേണമെങ്കിൽ ഇതുപോലെ ആയിരിക്കും മെറ്റാമാസ്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ലാപ്ടോപ്പിലാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രോമിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ അവൈലബിൾ ആയിരിക്കും. അത് മുഖേന നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പ് ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എയർ ഡ്രോപ്പ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു എയർ ഡ്രോപ്പ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യുക, സൈനപ്പ് ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് metamask.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ മെറ്റാമാസ്കിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, അതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിനുള്ള ശേഷം ഉള്ള സ്റ്റെപ്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സൈനപ്പ് ചെയ്ത് ഇപ്പോൾ ലാപ്ടോപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. അതിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നിങ്ങൾ നെറ്റ്വർക്ക്സ് സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക്സിൽ കസ്റ്റം RPC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് നെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് മാറ്റിക് മെയിനെറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ന്യൂ RPC URL എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഇതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല പ്രോജക്ട്സിൽ മാത്രമേ നിങ്ങളുടെ മെറ്റാമാസ്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റാമാസ്ക് ഒക്കെ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ മാറ്റിക് പ്രോജക്റ്റ് ആയത് കാരണം നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും ചെയ്യാം. മാറ്റിക് നല്ല നിലവാരമുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോജക്റ്റാണിത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും, യാതൊരു പ്രോബ്ലം വരാൻ സാധ്യതയില്ല. ഈ ഒരു സെക്ഷനിൽ RPC URL ഇത് കൊടുക്കുക. ദെൻ 137 എന്ന് പറയുന്ന, അതായത് RPC URL ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ദെൻ ചെയിൻ ID മാറ്റിക് കൊടുക്കുക. കറൻസി സിമ്പിൾ polygon.com കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം മാറ്റിക് മെയിനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഇവിടെ അപ്പിയർ ആയി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വ്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൽ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് മെയിൽ വെരിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ കണക്റ്റ് വാലറ്റ്, നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ വാലറ്റ് കണക്ട് ചെയ്യുക, മെറ്റാമാസ്ക്. ഓക്കെ, ഇവിടെ കാണാം മാറ്റിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. വീണ്ടും ഒന്ന് വെരിഫൈ ചെയ്യാത്. ഓക്കെ, ആ വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവരെ ഫോളോ ചെയ്യാനുള്ള
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ട്വിറ്ററിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഫോളോ. ഓൾറെഡി 101K ഫോളോവേഴ്സ് ഇവർക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആ ട്വിറ്റർ ID ഇവിടെ സേവ് ചെയ്ത് കൊടുക്കണം. ട്വിറ്റർ ID ഇതുപോലെ എടുക്കുക, ട്വിറ്റർ യൂസർ നെയിം ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുക. ദെൻ ടെലഗ്രാം എടുക്കുക. ടെലഗ്രാം ചിലപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിലാണെങ്കിൽ അതിൽ ഓപ്പൺ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ടെലഗ്രാമിൽ പോയിട്ട് Moonedge AAN എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടും. അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടെലഗ്രാം യൂസർ നെയിം ഇവിടെ കൊടുക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ടെലഗ്രാമിൽ നിങ്ങളുടെ യൂസർ നെയിം അറിയില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന 3 ലൈനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് കാണാം. ആ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക കൂടി വേണം. ദെൻ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാനുവലി വെരിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ നമുക്ക് ടിക്കറ്റ് വൈസാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് ഡോളർ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ബ്ലോക്ക്സ്റ്റർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മീറ്റമാസ്ക് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ Moonedge നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ മീറ്റമാസ്കിലൂടെ മാത്രമേ ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊരു പോളിഗണിൻ്റെ പ്രോജക്റ്റ് കൂടി ആയിരുന്നു, അവരെ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് കൂടി ആയിരുന്നു. എന്തായാലും ജെനുവിൻ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മീറ്റമാസ്ക് ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ചെയ്യാൻ അറിയാത്ത ആളുകൾ, എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ കുറച്ച് പ്രോസസ്സ് ഉള്ളത് കാരണം ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പ് ഉപേക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മീറ്റമാസ്കിൽ ചേരാൻ അല്ലെങ്കിൽ മീറ്റമാസ്കിൽ ചെയ്യേണ്ട സെറ്റിങ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ജെനുവിൻ ആയിട്ടുള്ള എയർ ഡ്രോപ്പുകൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. മാക്സിമം KYC ഇല്ലാത്ത എയർ ഡ്രോപ്പുകൾ നിങ്ങൾ ചെയ്തിടുക. അതായിരിക്കും എല്ലാവർക്കും സേഫ്. നമുക്കിപ്പോൾ Gmail ID മാത്രം മതിയെങ്കിൽ എയർ ഡ്രോപ്പിന് മാത്രമായിട്ട് നിങ്ങളൊരു Gmail ID ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഒരു എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു Gmail ID മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കുകൾ എപ്പോഴും എയർ ഡ്രോപ്പ് ചെയ്യുന്ന ലിങ്കുകൾ ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രോമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബുക്ക് മാർക്ക് സെക്ഷനിൽ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിടുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എയർ ഡ്രോപ്പ് ലിസ്റ്റഡ് ആവുന്ന ടൈം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇതിൽ ലഭ്യമാവുന്ന ടൈമിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.